നമ്മൾ കേൾക്കാൻ പോകുന്നത് ടൈഫൂൺ ഫാമിലി എന്ന കെ-ഡ്രാമയുടെ 5ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. എന്നാ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഹീറോ അപ്പാപ്പനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഈ അപ്പാപ്പൻ ആരാന്ന് മനസ്സിലായോ? ഹീറോന്റെ അച്ഛൻ മരിച്ച ദിവസം പ്രശ്നം ഉണ്ടാക്കിയ അപ്പാപ്പനില്ലേ, ആ അപ്പാപ്പൻ തന്നെയാണ്. അപ്പാപ്പന് കൊണ്ടുവന്ന് കുറച്ച് പൈസ കൊടുക്കും, അതിന്റെ കൂടെ തന്നെ പൂവുണ്ട്. അപ്പാപ്പൻ ഇത് കാണുമ്പോൾ ഹീറോ നല്ലൊരു പയ്യനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പാപ്പന്റെ കയ്യിലിരിക്കുന്ന സ്റ്റീം ബൺ എടുത്ത് അവന് കൊടുക്കുകയാണ് അവന് കഴിക്കാനായിട്ട്. അവൻ പൈസ കിട്ടിയ ഉടനെ തന്നെ അപ്പാപ്പന്റെ കടം തീർത്തു. കട്ട് ചെയ്താൽ ഹീറോയും ഹീറോയിനും കൂടെ കമ്പനിയിൽ തിരിച്ചു വന്നിട്ട് അവിടെ ഇരുന്ന ഓരോ സ്റ്റാഫിനും, ഇവിടെ വർക്ക് ചെയ്തിരുന്ന സ്റ്റാഫിന് എല്ലാവർക്കും ക്രിസ്മസ് കാർഡ് റെഡിയാക്കുകയാണ് അവർക്ക് അയച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് ലീവ് ഉണ്ട് അവർക്ക് രണ്ടുപേർക്കും. അപ്പൊ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കുന്നുണ്ട് ഹീറോനോട്. ഹീറോന് ഒരാൾ പുസാനിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അതൊരു സ്ഥലമാണ്. ഹീറോ അന്ന് ആ ഫാബ്രിക് വിൽക്കാനായിട്ട് കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വിളിച്ചപ്പോൾ അതിനകത്തൊരു ലേഡി ഫോൺ എടുത്തിട്ട് ഹീറോനോട് ആ ഫാബ്രിക് വേണ്ടാന്ന് പറഞ്ഞു. പകരം ഹീറോനോട് പുസാനിലോട്ട് ചെല്ലാൻ പറഞ്ഞു അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പൊ അതവൻ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ആ ലേഡീനെ കാണാനായിട്ട് പോവാണ്, പുസാനിലുള്ള ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ട്. ഹീറോയിനെ കൂടെ വിളിക്കും അവന്റെ കൂടെ ചെല്ലാനായിട്ട്. നമുക്ക് പുസാനിലൊക്കെ പോയി അടിച്ചു പൊളിച്ചിട്ട് വരാന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ക്രിസ്മസ് വെക്കേഷൻ അടിച്ചു പൊളിക്കാനായിട്ട് പുസാനിൽ ചെല്ലും. ഹീറോയിന് എന്തോ പോലെ, കാരണം ഒരാൾ വിളിച്ചെന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് ചെല്ലാൻ പറ്റുമോ? പക്ഷെ അങ്ങോട്ടൊരു ലേഡി വരും. അവര് മനസ്സറിഞ്ഞ് എന്നെ വിളിച്ചതാണ്. ഇതുവരെ ആ ലേഡി വിളിച്ചിട്ട് ആരും വന്നിട്ടില്ല. എന്നാൽ ഹീറോയാണ് ആദ്യമായിട്ട് വന്നേക്കുന്നത്. ഹീറോനെ കണ്ട ഉടനെ അടുത്തോട്ട് വരും. ഹീറോനെ അടിച്ചും പിച്ചയൊക്കെ നോക്കുന്നുണ്ട്. അതുമല്ല അവന്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു സ്കാർഫൊക്കെ ഊരി വാങ്ങാണ്. അങ്ങനെ സ്കാർഫ് ഇട്ട പെൺകുട്ടികളൊന്നും നോക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെയും പരിചയപ്പെടുന്നുണ്ട് ആ ലേഡി. എന്തായാലും ഇവര് മൂന്നുപേരും കൂടെ നടന്ന് ഈ ലേഡിയുടെ ഓഫീസിൽ ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ഡോളർ കൈമാറുന്ന സംഭവമാണ്. അതായത് ഈ ഒരു പുസാൻ എന്ന് പറയുന്ന ഐലൻഡിലോട്ട് കുറെ അധികം ഫോറിനേഴ്സ് വരും. അപ്പൊ ഈ ഫോറിനേഴ്സ് ഡോളേഴ്സും കൊണ്ടായിരിക്കും വരുന്നത്. വേറെ കുറെ കറൻസീസും കാണും. അപ്പൊ ഇതിന് എക്സ്ചേഞ്ച് ചെയ്യുന്ന പരിപാടിയാണ് ഈ ലേഡി ചെയ്യുന്നത്. അവിടെ തന്നെ കുറെ അധികം നോട്ട് കെട്ട് കിടപ്പുണ്ട്. ഇത് കാണുന്ന ഹീറോ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. അവന് സന്തോഷമാവുന്നുണ്ട് ഇത് കാണുമ്പോൾ. അവന് കിട്ടാനൊന്നും പോകുന്നില്ല, എന്നാലും ഒരു സന്തോഷം ആ നോട്ട് കാണുമ്പോൾ. എന്തായാലും ആ ലേഡിക്ക് പോകാനായിട്ട് സമയമായി നോട്ട് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്. ഇവിടെ കുറെ കച്ചവടക്കാരുണ്ട്. അവർക്കാണ് ഈ ഒരു വോൺ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. പല രാജ്യത്തുള്ള കറൻസി ഉണ്ട്, അത് വോൺ ആക്കി കൊടുക്കലാണ് ഈ ലേഡിയുടെ പരിപാടി. അങ്ങനെ ഈ ലേഡി പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഹീറോയിനും കൂടെ വരുന്നുണ്ടെന്ന് പറയും. അവര് നിരസിക്കുന്നൊന്നുമില്ല, അവൾക്ക് ഇതൊക്കെ കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് തന്നെ അവളും കൂടെ പോകുന്നുണ്ടെന്ന് പറയും. അവര് സമ്മതിക്കുകയും ചെയ്യും. അപ്പൊ ഹീറോ പറയും എന്നാ പിന്നെ ഞാൻ ഇവിടുത്തെ മാർക്കറ്റ് അല്ല ഒന്ന് കറങ്ങി നടന്ന് കണ്ടോട്ടെ എന്ന്. ഹീറോയിനും ആ ലേഡിയും ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ എക്സ്ചേഞ്ച് നടത്താൻ പോകുന്ന സമയത്ത് ഹീറോ മാർക്കറ്റ് കാണാൻ പോകുന്നെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലേഡിയും ഹീറോയിനും ഒരു അടിയാളും കൂടെ ഒരു കടയിൽ ചെല്ലും പൈസ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്. പൈസ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഡോളറിന്റെ വാല്യൂം വോണിന്റെ വാല്യൂം വ്യത്യാസമാണല്ലോ. അങ്ങനെ വേറെ ഏതൊക്കെയോ കറൻസി ഉണ്ട്. അപ്പൊ ഈ ലേഡി കാൽക്കുലേറ്റർ വെച്ച് കണക്ക് കൂട്ടുന്ന സമയത്ത് കാൽക്കുലേറ്റർ വർക്ക് ആവുന്നില്ല. പക്ഷേ ഹീറോയിൻ കറക്റ്റ് ആയിട്ട് മനക്കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കാണുന്ന ലേഡി ഒന്ന് ഇംപ്രസ് ആവുന്നുണ്ട്, കാരണം മനക്കണക്ക് കൂട്ടിയിട്ടാണ് അവള് പറഞ്ഞു കൊടുത്തേക്കുന്നത്. അടിയാള് കാൽക്കുലേറ്റർ വെച്ച് കൂട്ടി നോക്കുമ്പോൾ അത് കറക്റ്റ് ആണ്. അവർ കൂടുതൽ ഇംപ്രസ് ആവും. ഇതേ നേരം നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ മാർക്കറ്റ് മൊത്തം കറങ്ങി നടക്കാണ് ഓരോ കാര്യങ്ങൾ കണ്ടുകൊണ്ട്. ഇതെന്ന് പറഞ്ഞാല് ബിസിനസ് നടത്തുന്ന വലിയൊരു മാർക്കറ്റാണ്. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അങ്ങനെ ഹീറോ മാർക്കറ്റിൽ കറങ്ങി നടക്കുന്ന സമയത്ത് ഒരു ഷൂ സ്റ്റോർ കാണും. അവന് ഷൂ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ തന്നെ ഒരാൾ ഇരിപ്പുണ്ട്. എന്താ നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടോ, ഞാനൊരു കാര്യം കാണിച്ചു തരട്ടോ എന്ന് ചോദിച്ചിട്ട് കുറെ അധികം സാധനങ്ങളൊക്കെ പറക്കി വെക്കും. ഈ മുള്ളു കമ്പിയൊക്കെ പോലത്തെ സാധനങ്ങൾ. കുറെ അധികം പാത്രങ്ങളൊക്കെ അടിയുന്നുണ്ട്. അതൊക്കെ പൊത്തു പോവാണ്. ആ പാത്രങ്ങൾ അത്രയും കട്ടിയുള്ള പാത്രങ്ങൾ പൊത്തു പോകുന്നുണ്ട്. പിന്നീട് ആ ഷൂ എടുത്ത് അടിക്കുന്ന സമയത്ത് ഷൂ പൊത്തു പോകുന്നില്ല, പകരം അതങ്ങനെ കീറിപ്പോവാതിരിക്കുകയാണ്. അത്രയും സേഫ്റ്റി ഉള്ള ഷൂ ആണ്. അത് കണ്ട് ഹീറോ ഇംപ്രസ് ആവും. പിന്നീട് ഹീറോയ്ക്ക് ഒരു ഷൂ ഇട്ട് കൊടുക്കാനായിട്ട് കൊടുക്കും. അതിട്ടിട്ട് താഴെ ഒരു ആണിയുള്ള തടി കിടപ്പുണ്ട്. അതിനകത്ത് ഒറ്റ ചവിട്ടാണ്. ആ ആണിയൊന്നും ആ ഷൂവിനെ ബാധിക്കുന്ന പോലുമില്ല. അതൊക്കെ അവൻ ദൂരോട്ട് ചവിട്ടി തെറിപ്പിച്ചു. ആ ആണി വളഞ്ഞു പോയി. എന്നാ പിന്നെ വേറൊരു ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അയാൾ കുറച്ച് തീ എടുത്ത് അവന്റെ കാലിലോട്ട് അടിയും. അങ്ങനെ തീ കത്തുന്ന സമയത്തും ആ ഷൂവിന്റെ അകത്ത് ഇരിക്കുന്ന അവന്റെ കാലിന് പൊള്ളലേൽക്കുന്നില്ല. അത്രയും സേഫ്റ്റിയാണ്. ഹീറോയ്ക്ക് ഈ ഷൂ വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. എന്നാ പിന്നെ നിനക്ക് വേറെ കുറെ കാര്യങ്ങൾ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഹീറോനെയും കൊണ്ട് ഇതുണ്ടാക്കുന്ന ഫാക്ടറിയിൽ ചെല്ലും. ഇയാൾ കുറച്ചൊന്നും അല്ല ഇത് നിർമ്മിക്കുന്നത്, കുറെ അധികം നിർമ്മിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ഇത് കുറെ അധികം എടുത്തിട്ട് മറിച്ച് വിറ്റാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാനായിട്ടാണ് ഫാക്ടറി കാണാനായിട്ട് വന്നിരിക്കുന്നത്. അവൻ ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ അവൻ ഈ ഷൂ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നീട് അവൻ ഹീറോയിനെ വന്ന് കാണും. അതുമല്ല ഒരു എഗ്രിമെന്റ് എടുത്ത് കാണിച്ചു കൊടുക്കും. ഇതണക്ക് ഷൂ അവൻ എടുത്തോളാന്ന് പറഞ്ഞുകൊണ്ട്. ഇത് കാണുന്ന ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ കമ്പനീനെ പറ്റിയൊന്നും അന്വേഷിക്കാതെയാണ് അവൻ എടുത്ത് ചാടിയിരിക്കുന്നത്. അവൾ ഒറ്റ പൊട്ടിത്തെറിയലാണ്. നീ എന്നോട് ചോദിച്ചോ എന്ന് ചോദിച്ചിട്ട് ഹീറോ ആകെ ഒന്ന് മിരണ്ടു പോകുന്നുണ്ട്. കാരണം അവൾ ഇങ്ങനെ ദേഷ്യപ്പെടുമെന്ന് അവൻ വിചാരിച്ചില്ല. ഇവരെല്ലാം കടത്തിന്റെ വക്കിലാണ്. ഒരു എടുത്തുചാട്ടം മതി, എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഹീറോയിൻ അങ്ങനെ പെരുമാറിയത്. രാത്രി ആവുന്ന സമയത്ത് ബഡ്ഡിക്കൂട്ടുകാരനെ കാണിക്കുകയാണെങ്കിൽ അവൻ അവന്റെ കടയിൽ പണിയെടുക്കുകയാണ്. അമ്മ ഈ വിളിച്ചു കൂവിയിട്ടൊക്കെയാണ് പണിയെടുക്കുന്നത്. അവിടെ തന്നെ ഒരു ബിയർ മെഷീൻ ഉണ്ട്. അമ്മ അത് എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. ഈ സമയം നമ്മുടെ പയ്യൻ ചിക്കൻ ഫ്രൈ ചെയ്യാണ്. അമ്മയുടെ വിളി കേൾക്കും. അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയാനായിട്ട് വെപ്രാളപ്പെടും. അവന്റെ കയ്യിൽ തന്നെ ചിക്കൻ ഇരിപ്പുണ്ട്. അത് കളയാൻ പറ്റില്ല. കയ്യിലൊക്കെ എണ്ണ തിറക്കിയാണ് ഈ വെപ്രാളപ്പെടുന്ന സമയത്ത്. പക്ഷെ അമ്മയ്ക്കൊന്നുമില്ല. അമ്മ ഇങ്ങനെ വിളിച്ചു കൂവി പണിയെടുക്കുന്നതാണ്. അതുകൊണ്ട് അവൻ പേടിച്ചു പോയി. അവന്റെ കയ്യിലൊക്കെ ബാൻഡേജ് വെച്ച് കെട്ടുന്നുണ്ട്. എന്തായാലും
അവൻ ഫോൺ എടുത്ത് അവനൊരു റിയാലിറ്റി ഷോയിൽ പോയില്ലായിരുന്നോ, അതായത് ഗിറ്റാർ വായിച്ചൊരു റിയാലിറ്റി ഷോ. അവിടെ ഒന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട് അവൻ സെലക്റ്റഡ് ആയെന്ന്. എന്നാൽ വിളിച്ചു ചോദിക്കുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത് അവൻ സെലക്റ്റഡ് ആയില്ല എന്ന്. അവൻ ഒരുപാട് വിഷമാവുന്നുണ്ട്. ഇപ്പൊ കട നടത്തുന്നത് കൊണ്ട് തന്നെ വിഷമമൊന്നും കാണിക്കാൻ പറ്റില്ല. അവൻ അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കുകയാണ്. ആ സമയം അമ്മ പുറത്തോട്ട് ഇറങ്ങിപ്പോവും. അവർക്ക് വേറെ എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ കടയിൽ ഒറ്റയ്ക്കാണ്. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോലെ അമ്മ എന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. നീ കട നോക്കിക്കോന്ന് പറഞ്ഞിട്ട് അവരങ്ങ് ഇറങ്ങിപ്പോയി. ഇവന് വിഷമമുണ്ട്, നിർത്തി പോണോന്നുണ്ട്, പക്ഷെ നടക്കില്ല. ഇത് നടത്തിയേ പറ്റത്തുള്ളൂ. കട്ട് ചെയ്താൽ ഹീറോ, ഹീറോയിൻ, അതുപോലെ തന്നെ ആ ഒരു ലേഡി, ആ ഒരു ബിസിനസ് ലേഡി ഇല്ലേ, അവര് മൂന്നുപേരും കൂടെ ഒരു കടയിൽ കൂടിയിട്ടുണ്ട്. ഹീറോ ആ ഷൂവിനെ പറ്റി പൊക്കി അടിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ ലേഡി സമാധാനപ്പെടുത്തും ഹീറോയിനെ. സാരമില്ല, അവൻ ഒരുപാട് ധൈര്യമുണ്ട്, അതുകൊണ്ടല്ലേ അത്രയും പെട്ടെന്ന് ബിസിനസ് ചെയ്തത്. അവൻ എന്താ പറഞ്ഞത്, അവന് ഓപ്പർച്യൂണിറ്റി കിട്ടി അങ്ങനെ സെലക്ട് ചെയ്തു എന്നല്ലേ, അതുകൊണ്ട് അവൻ അത്രയും ധൈര്യമുണ്ട്. അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടതെന്ന്. പക്ഷെ ഹീറോയിൻ പറയും അത് അവന്റെ പൈസയല്ല, അത് കമ്പനിക്ക് അവകാശപ്പെട്ട പൈസയാണ്, അതുകൊണ്ട് അത് അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന്. ഹീറോയിൻ ആ ഷൂവിന്റെ കാര്യം പറഞ്ഞിട്ട് ഇംപ്രസ് ആയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവനൊരു ഗ്ലാസ്, അതായത് ഈ കുപ്പിയില്ലേ, ആ ഒരു പൊട്ടുന്ന കുപ്പി, അതെടുത്തിട്ട് ഷൂവിന്റെ അടിഭാഗം വെച്ച് അത് അടിച്ചു പൊട്ടിക്കും. അത്രയും കട്ടിയാണ് ആ ഷൂവിന്റെ അടിഭാഗം. ഇതൊക്കെ കാണിച്ചിട്ട് ഹീറോയിൻ ഇംപ്രസ് ആവുന്നൊന്നുമില്ല. എന്നാലും ഒരു പേടി എല്ലാം കൈവിട്ട് പോവുമെന്ന്. പക്ഷെ ആ ലേഡി ഹീറോയിനെ സമാധാനപ്പെടുത്തും. ഹീറോയ്ക്ക് മദ്യം വേണമെന്ന് പറഞ്ഞിട്ട് അവന് കുറച്ച് മദ്യം ഒഴിച്ചു കൊടുക്കും. അവരൊഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ അവനെ കുടിക്കാനായിട്ട് നിർബന്ധിക്കും. എന്നാൽ അവൻ കുടിക്കാറില്ല. എന്നെ കൊണ്ട് കുടിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ ഞാൻ കുടിക്കാന്ന് പറഞ്ഞ് ഹീറോയിൻ മദ്യം എടുക്കും കയ്യിൽ. ആ സമയം ലേഡി ഒരു കാര്യം പറയും, എന്റെ കൂടെ ഉള്ള ഒരു അടിയാളില്ലേ, അവൻ എന്നോട് പറഞ്ഞു നിന്നെ അവൻ ഇഷ്ടപ്പെട്ടു എന്ന്, നിന്റെ നമ്പർ ഒന്ന് ഒപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ അവനെ വിളിച്ചു തരട്ടോ എന്ന് പറഞ്ഞിട്ട് വിളിക്കാനായിട്ട് ഫോൺ എടുക്കും. ഇത് കാണുന്ന ഹീറോയ്ക്ക് ജലസ് അടിക്കും. ഹീറോ ആ ഫോൺ തട്ടിപ്പറിച്ചിട്ട് എന്തിനാ അവനെ വിളിക്കുന്നത്, നമ്മളിവിടെ ബിസിനസ് ചെയ്യാൻ വന്നേല്ലേ, ഇപ്പൊ ഡേറ്റിംഗ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. അതുമല്ല ഹീറോയിൻ കുടിക്കാൻ പോയ ആ ഡ്രിങ്ക്സ് ഇല്ലേ, അത് അവൻ എടുത്തങ്ങ് കുടിക്കും. ഇപ്പൊ അവന് ജലസ് അടിച്ചിട്ട് കുടിച്ചതാണ്. കുടിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ അവൻ ബോധം കെട്ട് തറയിൽ വീഴും. ഒരു 3 ഗ്ലാസ് എടുത്തങ്ങ് കുടിച്ചു. ഇടയ്ക്ക് പൊങ്ങി അവന് ബോധം വരും, പിന്നെയും ബോധം പോവും. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. പിന്നീട് ഹീറോയിനും കൂടെ കടൽ തീരത്ത് പോയിരിക്കും. ആ സമയം ഹീറോയ്ക്ക് എന്തോ ഒരു കാര്യം മനസ്സിൽ തോന്നുന്നുണ്ട്. കുടിച്ച് ഫിറ്റാണ്. അവിടെ കിടക്കുന്ന ഒരു കമ്പെടുത്തിട്ട് അതിന്റെ മണലിൽ എഴുതി വെക്കും, ഞാൻ ഇനി ഒരിക്കലും ഹീറോയിനെ വിഷമപ്പെടുത്തത്തില്ല, അവളെ ദേഷ്യപ്പെടുത്തത്തില്ല എന്ന്. ഇത് കാണുന്ന ഹീറോയിന് ചിരി വരും. അവൻ എഴുതി വെക്കുന്നത് കണ്ടപ്പോഴേ അവളുടെ അടുത്ത് പതിയെ വന്നിരുന്നിട്ട് അവളുടെ കൈ വാങ്ങിച്ചിട്ട് അതിനകത്ത് എഴുതും, ഇത് വിഷ് കൂപ്പണാണ്, എന്റെ ആഗ്രഹമാണ്, ഞാൻ ഇത് പിന്നെ എപ്പോഴെങ്കിലും ഉപയോഗിച്ചോളാന്ന്. അവന്റെ ആഗ്രഹം അവളുടെ കയ്യിൽ എഴുതിയതാണ്. എന്നിട്ട് അവളുടെ കൈ പതിയെ അടച്ചു കൊടുക്കുകയാണ്. ഇത് കാണുന്ന അവൾക്ക് നാണമൊക്കെ വരുന്നുണ്ട്. അവൾ അങ്ങനെ ഇരിക്കും. അവൾ അവിടെ എണീക്കുമ്പോൾ അവനോട് കൂടെ എണീക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ബീച്ചിൽ കൂടെ നടന്ന് സംസാരിക്കും. ഹീറോയിൻ അവനോട് ചോദിക്കും എങ്ങനെയുണ്ട് കമ്പനിയുടെ CEO ആയിട്ടെന്ന്. അവൻ പറയും, ഈ കമ്പനിക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഈ കമ്പനി ഞാൻ കൈവിടത്തില്ല എന്ന്. ഇതേക്കുന്ന ഹീറോയിൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറയും, ഞാൻ ട്രേഡറായിട്ട് ജോലി ചെയ്യുന്നതിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അവൻ പതിയെ അവളുടെ അടുത്ത് ചെല്ലും. അവളുടെ ഷോൾഡറിൽ പിടിച്ചിട്ട് പറയും, നീ അടിപൊളിയാന്ന്, എല്ലാ പ്രശ്നത്തിലും അവൾ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞത്, എന്തായാലും അവൾ അടിപൊളി തന്നെയാണ്. അങ്ങനെ അവര് തമ്മി നോക്കി നിൽക്കുകയാണ്. ഭയങ്കര റൊമാൻറ്റിക്കോടെ നോക്കി നിൽക്കുന്നുണ്ട്. ആ സമയം ഹീറോയിന്റെ കാലിൽ വെള്ളം വന്ന് തട്ടുന്നുണ്ട്. കാരണം ബീച്ചിന്റെ സൈഡിലല്ലേ നിൽക്കുന്നത്. എന്റെ കാലിൽ വെള്ളം തട്ടിയെന്ന് പറയും. അത് ഹീറോന്റെ കാരണമാണല്ലോ, നിന്റെ കാലിൽ അത്ര വെള്ളമല്ലേ തട്ടിയുള്ളൂ, എന്റെ കാലിൽ ഇനിയും കുറെ തട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോ വെള്ളത്തിൽ കൂടെ ഓടും. പിന്നാലെ തന്നെ ഹീറോയിനും ഓടുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ ലേഡി അവിടെ നിൽപ്പുണ്ട്. ആ ലേഡിക്ക് അവരുടെ ചെറുപ്പം കണ്ടിട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഈ ചെറുപ്പത്തിലല്ലേ ഓടി കളിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അതൊക്കെ കണ്ടവർ ആസ്വദിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. ഇതിനുശേഷം അവൻ ഈ ഒരു ബിസിനസ് ഒക്കെ കഴിഞ്ഞിട്ട് അവന്റെ നാട്ടിൽ തിരിച്ചു വരും. ഇന്ന് ക്രിസ്മസ് ദിവസമാണ്. അതുകൊണ്ട് തന്നെ അവൻ കേക്കൊക്കെ വാങ്ങിച്ച് അവിടെ നിൽക്കുന്ന ചാരിറ്റിക്കൊക്കെ പൈസ കൊടുത്ത് വീട്ടിൽ വരും. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ വീട്ടിലൊരു അനക്കം ആവിയില്ല. അകത്തോട്ട് ചെന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്, അമ്മ അവിടെ പേടിച്ച് വിറച്ച് നിൽക്കുന്നു. ഈ വീട് പിടിച്ചെടുക്കാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവര് പൈസയൊന്നും അടച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിന് പകരമായിട്ട് ഈ വീട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ വീട് വാങ്ങാനായിട്ട് വന്ന ആൾക്കാരാണ്. ആ സമയം വീടിന്റെ ഡോറൊക്കെ തകർത്തിട്ട് കുറച്ച് ആൾക്കാർ കയറി വരും. ഇതാണ് നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ട് അവർ കയറി വന്നിട്ട് ആ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം എടുത്തോണ്ട് പോവാണ്. ഹീറോ വാങ്ങിച്ചോണ്ട് വന്ന് കേക്കൊക്കെ തട്ടി തറയിൽ കളയുന്നുണ്ട്. അതൊക്കെ ചവിട്ടി തേച്ചിട്ടാണ് ഇവർ പോകുന്നത്. അവരുടെ ഗതികേട് കൊണ്ടാവാം, എന്നാലും ഒരു വീട്ടിൽ കയറി ഇങ്ങനെ എടുത്തോണ്ട് പോവാണ്. ഇനി ഇത് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഈ ആൾക്കാർ കുറെ അധികം സാധനങ്ങൾ എടുത്തോണ്ട് പോകും. ഇവരുടെ ഡ്രസ്സ് പോലും ബാക്കിയൊക്കെ അത് എടുത്തോണ്ട് പോകുന്ന മനസ്സിലാക്കിയിട്ട് അമ്മ ഹീറോനോട് പറയും, പെട്ടെന്ന് പോയി നിന്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോളാം. അങ്ങനെ രണ്ടുപേരും കൂടെ ഡ്രസ്സ് പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോവാണ്. ഇവർക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഇവർക്ക് പോകാനായിട്ട് വേറെ ഇടവും ഇല്ല. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. അവര് സാധാ ഒരു ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഹീറോ ഇത് മനസ്സിലാക്കിയിട്ട് അവന്റെ കോട്ടൂരി അമ്മയ്ക്ക് കൊടുക്കും. എന്നാൽ അമ്മ അത് വാങ്ങുന്നില്ല. എനിക്കിപ്പോ ഇത് വേണ്ട, ഞാൻ ഇപ്പം വരാം, ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, കുറച്ച് സമയം എനിക്ക് താന്ന് പറഞ്ഞിട്ട് അമ്മ വിഷമിച്ചിട്ട് അവിടെ നോടി പോവാണ്. ഹീറോ അവിടെ കുറെ നേരം നിൽക്കും. അങ്ങനെ സമയം കഴിയുമ്പോൾ അമ്മ അങ്ങോട്ട് വരും. അമ്മ ഒരു കോട്ടും എടുത്തിട്ടാണ് വന്നേക്കുന്നത്. അമ്മ വീട്ടിൽ തിരിച്ചു പോയിട്ട് അച്ഛൻ അവസാനമായിട്ട് കൊടുത്ത കോട്ടാണ് എടുത്തോണ്ട് വന്നേക്കുന്നത്. അത് മാത്രമേ അമ്മയ്ക്ക് ഇപ്പൊ സ്വന്തം എന്ന് പറയാനുള്ളൂ. അത് എടുത്തോണ്ട് വരും. പിന്നീട് ഹീറോയും അമ്മയും കൂടെ ഒരു ഫോൺ ബൂത്തിൽ പോവും. അമ്മ ബന്ധുക്കളെ എല്ലാരും
വിളിച്ചു ചോദിക്കുന്നുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് അങ്ങോട്ട് വന്നേന്ന്. എന്നാൽ ആരും വീട്ടിൽ കയറ്റത്തില്ല. ഇവരുടെ ഏറ്റവും ലോസ്റ്റ് ആയിട്ടുള്ള സ്ഥിതിയിൽ ആരും വീട്ടിൽ കയറ്റുന്നില്ല. അമ്മ ആകെ വിഷമിച്ച് പുറത്തോട്ട് ഇറങ്ങി വരും. എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ല. അപ്പൊ ഹീറോ പറയും എന്നാ പിന്നെ നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോയാലോ എന്ന്. ഇത് കേൾക്കുന്ന അമ്മയ്ക്ക് ദേഷ്യമാവും. എടാ നീ ഇപ്പൊ ഇങ്ങനെയാണോടാ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവനിട്ട് അടിക്കാനായിട്ട് തുടങ്ങും. അമ്മ വിചാരിച്ചിരിക്കുന്നത് മരിക്കാനാണെന്നാണ്, ഹീറോ മരിക്കാൻ പറഞ്ഞെന്നാണ്. അതുകൊണ്ട് തന്നെ ഹീറോനെ അമ്മ ഇട്ട് അടിക്കും. എന്നിട്ട് അമ്മ അവിടെ വിഷമിച്ചിരുന്ന് കരയാണ്. ഇതിനുശേഷം ഹീറോ അമ്മേനെ വിളിച്ച് അവന്റെ ഓഫീസിൽ വരും. അവന്റെ അച്ഛൻ്റെ അടുത്ത് പോകാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, അച്ഛന്റെ ഓഫീസിൽ വരാമെന്നാണ്. പക്ഷെ അമ്മയ്ക്ക് അത് മനസ്സിലായില്ല. അമ്മയോട് പറയും ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ വേറൊന്നും അല്ലാന്ന്. പിന്നീട് അവൻ പോയി മാഗി ഉണ്ടാക്കും. മാഗി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് അമ്മയ്ക്ക് കൊടുക്കും. മാഗി എന്ന് പറയാൻ പറ്റത്തില്ല, എന്തോ നൂഡിൽസ് ആണ്. എനിക്ക് മാഗി എന്ന് പറഞ്ഞ ശീലം. എന്തായാലും അത് കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്കും. അമ്മ ആദ്യമൊക്കെ ഒന്ന് വിഷമിക്കുമെങ്കിലും ഹീറോ സമാധാനപ്പെടുത്തും. പിന്നീട് അവർ രണ്ടുപേരും കൂടെ കഴിക്കുകയാണ്. ഇതിനുശേഷം കിടന്നുറങ്ങണമല്ലോ. അവര് ഓഫീസിന്റെ അകത്ത് കയറി ചെല്ലും. അവിടെ തന്നെ ഒരു സോഫ കിടപ്പുണ്ട്. അത് അമ്മയ്ക്ക് കിടക്കാനായിട്ട് കൊടുക്കും. അതുപോലെ ഹീറോ താഴെയാണ് കിടക്കുന്നത്. അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അമ്മയോട് കുറച്ചു നേരം കാര്യം പറയാന്ന് വിചാരിച്ചിട്ട് അവൻ ആ സോഫയിൽ ചാരിയിരിക്കും. അമ്മയോട് കാര്യം പറയും. ഞാൻ ഈ വഴിയിലൊക്കെ ആൾക്കാർ കഷ്ടപ്പെടുന്നത് കാണാറുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നത് കുറച്ച് പൈസയ്ക്ക് വേണ്ടി. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു അവരെന്ത് പാവമാണ്. ഞാൻ നല്ലൊരു മനസ്സിന് ഉടമയായോണ്ടാണ് എനിക്ക് അങ്ങനെ പാവം തോന്നുന്നതെന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്ന്. ഇത് പറഞ്ഞു തീർന്ന് അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ നല്ല രീതിയിൽ കിടന്നുറങ്ങാണ്. അവൻ പറയാൻ തുടങ്ങിയപ്പോഴേ അമ്മ കിടന്നുറങ്ങി. സത്യം പറ, ഞാൻ ഈ പറയുന്നത് കേട്ട് നിങ്ങൾ കിടന്നുറങ്ങുമല്ലേ? ഞാൻ അമ്മയോട് ചോദിക്കുന്നതല്ല, ഈ കേൾക്കുന്ന വ്യൂവേഴ്സിനോട് ചോദിക്കുകയാണ്. സത്യം പറ. എന്തായാലും അങ്ങനെയല്ല. അതുപോലെ ഹീറോ ഒരു ക്രിസ്മസ് പ്രസന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കറങ്ങുന്ന പാവ പോലെ. അത് നോക്കി അവൻ വിഷമിച്ചിരിക്കുന്നുണ്ട്. എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല, എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ പാടില്ല, എവിടെ തുടങ്ങുമെന്നും അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ നേരം വില്ലൻ പയ്യന്റെ അച്ഛനെ കാണിക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് വന്ന് ഹീറോന്റെ കാര്യങ്ങളൊക്കെ പറയും. ഇപ്പൊ ഹീറോന് വില്ലൻ പയ്യന്റെ അച്ഛൻ സ്പൈ ചെയ്യാണ്, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാനായിട്ട്. അസിസ്റ്റന്റ് വന്ന് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കും. വീണ്ടും ഹീറോനെ കാണിക്കുകയാണെങ്കിൽ ഹീറോ പുറത്തു വന്നിട്ട് ഉറങ്ങാതെ ആ ഷൂ നോക്കി നിൽക്കുന്നുണ്ട്. ഇനി ആ ഷൂയിലാണ് അവന്റെ പ്രതീക്ഷ. അത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കണം, നല്ല രീതിയിൽ ബിസിനസ് വളർത്തിയെടുക്കണം. അവൻ ട്രേഡർ ആണ്, അതായത് ഒരു സംഭവം കുറഞ്ഞ വിലയ്ക്ക് എടുത്തിട്ട് മറിച്ചു വിൽക്കും, അപ്പം ലാഭം കിട്ടും. അതാണ് സംഭവം. കട്ട് ചെയ്താൽ പിറ്റേ ദിവസം ഹീറോനെ കാണാനായിട്ട് അവന്റെ ഓഫീസിൽ കയറി വരും. വന്ന് നോക്കുമ്പോൾ ഹീറോ അവിടെ കിടക്കാണ്. ഇവനെന്താ പറ്റിയെന്ന് അറിയാതെ അടുത്തോട് ചെല്ലും. തൊട്ടടുത്ത് തന്നെ അമ്മ കിടപ്പുണ്ട്. അമ്മ ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ട് പേടിച്ച് എണീച്ച് നോക്കും. ഹീറോയിനും ഇത് കണ്ട് പേടിച്ച് പോവാണ്. എന്തായാലും അവൾ കാര്യം പറയും, ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ലേഡിയാണെന്ന്. ഈ സമയമായിരിക്കും ഹീറോ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. അവനെ കൊണ്ട് എണീക്കാൻ പറ്റുന്നില്ല. അമ്മ എന്നെ കൊണ്ട് എണീക്കാൻ പറ്റുന്നില്ല, ഞാൻ സ്തംഭിച്ചു പോയെന്ന് പറയും. പക്ഷെ അവൻ കോട്ട് തിരിച്ചിട്ടിട്ട് താഴോട്ടാണ് എണീക്കാൻ നോക്കുന്നത്. നേരെ കിടന്നിട്ട് താഴോട്ട് എണീക്കാൻ നോക്കി, കോട്ട് തിരിച്ചിട്ടിട്ട്. ഹീറോയും സമാധാനപ്പെടുത്തും അമ്മേനെ, കാരണം അമ്മ ഇത് കണ്ട് പേടിച്ചിട്ട് കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഹീറോ പതിയെ എണീക്കുകയാണ്. അവൻ സ്തംഭിച്ചൊന്നും പോയിട്ടില്ല, അവൻ കോട്ട് തിരിച്ചിട്ടതാണ്. അപ്പൊ അവന്റെ ബ്രെയിൻ അങ്ങനെ ആക്ട് ചെയ്തിട്ട് തിരിച്ചെണീക്കാൻ നോക്കി. അപ്പൊ എണീക്കാൻ പറ്റിയില്ല. സാധാ രീതിയിൽ അങ്ങ് എണീറ്റാൽ മതിയായിരുന്നു. അവൻ കമന്ന് കിടക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എണീക്കാൻ നോക്കിയത്. പക്ഷെ അവൻ കമന്ന് കിടന്നതല്ല, മലന്ന് കിടന്നതാണ്. ഞാൻ പറയുന്നതല്ലോ മനസ്സിലാവുന്നുണ്ടോ? പിന്നീട് ഹീറോയിന്റെ അമ്മയുടെ ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് പോവാണ്. ഇവിടെ നിൽക്കേണ്ട, എന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഹീറോ സമ്മതിക്കില്ല. അതൊന്നും സാരമില്ല, ഞാൻ ഇവിടെ നിന്നോളാം, അല്ലെങ്കിൽ വേറെ വീട് കണ്ടുപിടിച്ചോളാന്ന്. എന്നാൽ ഹീറോയിൻ ചോദിക്കും നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ അതിന്? ഹീറോയിന്റെ കയ്യിൽ പൈസ ഇല്ല. ആ സമയം അമ്മ അവിടെ നിപ്പുണ്ട്. അമ്മ വന്നിട്ട് ഹീറോയിനോട് പറയും, അത് ശരിയാ, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ഹീറോയിൻ കൂടെ കാണും. നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങൾ ഉണ്ടാക്കത്തില്ല, അതുകൊണ്ട് നീ പേടിക്കണ്ട. എന്നാ പിന്നെ നമുക്ക് പോയാലോ എന്ന് അമ്മ ചോദിക്കും. അമ്മയുടെ ഗതികേട് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഹീറോയ്ക്ക് പോകാനായിട്ട് താല്പര്യമില്ല. അമ്മ പോണ്ടെന്ന് പറയുമ്പോൾ അമ്മ നിർബന്ധിക്കുമ്പോ പോവാൻ, നമുക്ക് വേറെ വഴിയില്ലെന്ന്. ഈ ഓഫീസിലൊന്നും കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, അത്രയും തണുപ്പാണ്. അങ്ങനെ ഹീറോയിന്റെ പിന്നാലെ അവർ വീട്ടിലോട്ട് പോവാണ്. ഒരു കുത്തൻ തേരി കയറിയിട്ട് വേണം പോവാൻ. അതുകൊണ്ട് തന്നെ അമ്മയും ഹീറോയും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവര് നിരപ്പായിട്ടുള്ള സ്ഥലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരല്ലേ, ആദ്യമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാരും കൂടെ ഹീറോയിന്റെ വീട്ടിലെത്തുന്നുണ്ട്. അവിടെ തന്നെ അനിയും പയ്യൻ പമ്പരം കറക്കി കളിക്കുകയാണ്. അത് കണ്ടിട്ട് അമ്മ പേടിച്ചു പോകും, കാരണം പമ്പരം വന്ന് വീഴുന്നത് അമ്മയുടെ കാലിന്റെ കീഴിലാണ്. എന്തായാലും ആ പയ്യനെ ഹീറോയിൻ പരിചയപ്പെടും. അവൻ പട്ടാളക്കാർ പറയുന്നത് പോലെ ഞാൻ 4ാം ക്ലാസ്സിലാണ്, 4A ഇന്ന സ്കൂളെന്നൊക്കെ ഭയങ്കര അറ്റൻഷൻ ആയിട്ട് പറയുന്നുണ്ട്. അതേ നേരമായിരിക്കും അങ്ങോട്ട് അനിയത്തി കൂടെ കയറി വരുന്നത്. അനിയത്തി വന്നിട്ട് ചോദിക്കും, ഇതാരാ, നിന്റെ ലവറാണോ, ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത് എന്തിനാണെന്ന്. പക്ഷേ ഹീറോയിൻ നാണിച്ചിട്ട് പറയും, അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കാതെ എന്ന്. അമ്മ ഒരു നിമിഷത്തേക്ക് ഒന്ന് തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ട്. ഇനിയിപ്പം ഹീറോന്റെ ലൈനായിട്ട് അവള് കൊണ്ടുവന്നെയാണെങ്കിലോ അറിയാൻ പാടില്ല. ആ സമയമായിരിക്കും മുത്തശ്ശി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. എന്റെ ഭർത്താവ് തിരിച്ചു വന്നേന്ന് പറഞ്ഞിട്ട് അവര് ഹീറോനെ കയറി പിടിക്കാനായിട്ട് തുടങ്ങും. പണ്ടേതോ യുദ്ധത്തിന് പോയി മരണപ്പെട്ട ഒരു മനുഷ്യനാണ് ഈ മുത്തശ്ശിയുടെ ഭർത്താവ്. അപ്പൊ ആ ഭർത്താവ് യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വന്നെന്ന് പറഞ്ഞിട്ട് ഹീറോനെ കയറി പിടിക്കും. എന്തായാലും ഹീറോയിൻ പറയും, ആ കാണുന്ന റൂം ഹീറോയും അതുപോലെ തന്നെ അമ്മയും എടുത്തോ എന്ന്. എന്നാൽ അനിയത്തി വഴക്കുണ്ടാക്കും, നീ എന്നോട് എന്താ പറഞ്ഞത്, കോളിനുള്ള പൈസ തന്നാൽ നീ എനിക്ക് ആ റൂം തരാന്നല്ലേ. ഈ വീട്ടിൽ ചൂട് കൊണ്ടുവരണമെങ്കിൽ കോള് കത്തിക്കണം. അന്ന് നമ്മളൊരു കാര്യം കണ്ടില്ലേ, അത് കോളാണ് സംഭവം. അത് കത്തിച്ചാലേ തണുപ്പിനെ മാറ്റി നിർത്താൻ പറ്റൂ. അത് വാങ്ങിച്ചത് അനിയത്തിയാണ്. അപ്പൊ അതിന് പകരമായിട്ട് ഈ റൂം
റൂം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാടക പോലെ. എന്നാൽ ഇപ്പം ഹീറോയ്ക്കും അമ്മയ്ക്കും അല്ലേ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അതൊന്നും പറ്റത്തില്ല എന്ന് അനിയത്തി പറയും. പക്ഷെ തമാശയ്ക്ക് പറയുന്നതാണ്, അവള് മനസ്സിൽ വെച്ചോണ്ടെന്നൊന്നും പറയുന്നതല്ല. കട്ട് ചെയ്താൽ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ആ ലേഡിയെ കാണിക്കുമ്പോൾ ആ ലേഡി ഓഫീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഓഫീസ് പൂട്ടിയിട്ടേക്കാണ്. ഹീറോയിൻ എവിടെ പോയെന്ന് അറിയാൻ പാടില്ല. ഇവർക്കൊക്കെ ഇവിടെ വർക്ക് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, എന്നാൽ കഴിയില്ല. കാരണം ഇവർക്ക് ഫാമിലി ഉണ്ട്, ആ ഫാമിലി നോക്കിയല്ലേ പറ്റൂ. എന്തായാലും വന്നതല്ലേ, അവിടെ തന്നെ 2 ബോട്ടിൽ പാലും അതുപോലെ തന്നെ കഴിക്കാനായിട്ട് എന്തോ ഒരു കാര്യം വെക്കുന്നുണ്ട്. ആ ലേഡിക്ക് ഹീറോയിനെ ഇഷ്ടമാണ്. എന്നാൽ അവരുടെ അവസ്ഥ അങ്ങനെ കൊണ്ടായതുകൊണ്ട് അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവരെ സഹായിക്കാൻ പറ്റില്ല. ഇവരുടെ ഫാമിലി നോക്കിയല്ലേ പറ്റൂ, ഇവർ പട്ടിണിയായി പോകും. രാത്രി ആവുന്ന സമയത്ത് ഹീറോയും അമ്മയും ഉറങ്ങാനായിട്ട് കയറിയിട്ടുണ്ട്. അവരുടെ റൂമിൽ തന്നെ ഒരു TV ഉണ്ട്, അത് വർക്കാവുന്നില്ല. ഹീറോ തട്ടി അത് റെഡിയാക്കും. ഈ അമ്മയെന്ന് പറയുമ്പോൾ ഒന്നും അറിയാത്തൊരു വ്യക്തിയാണ്. അതായത് സാധാരണ ഒരു ജീവിതം നയിക്കാൻ പോലും കെൽപ്പില്ലാത്ത വ്യക്തിയാണ്. അങ്ങനെയാണ് അവര് ഇത്രയും നാൾ ജീവിച്ചിരുന്നത്. അവരെ താങ്ങാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. അവരൊറ്റയ്ക്കായി പോയാൽ ഒരുപാട് കഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ TV റെഡിയാക്കാൻ പോലും അറിയില്ല. ഈ നേരം മുത്തശ്ശിയും ചെറുമോനെയും കാണിക്കുകയാണെങ്കിൽ മുത്തശ്ശി അതെന്റെ ഭർത്താവാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അത് മാറ്റി പറഞ്ഞിട്ട് അതെന്റെ മോനാന്ന് പറയും. അതിനർത്ഥം ആ ഇരിക്കുന്ന കൊച്ചു മോന്റെ അച്ഛനാന്ന് പറയും. ഇപ്പൊ ആ മോനും തെറ്റിദ്ധരിക്കുന്നുണ്ട് അത് അവന്റെ അച്ഛനാണെന്ന്, ഹീറോ അവന്റെ അച്ഛനാണെന്ന്. ഈ മുത്തശ്ശിക്ക് അൽഷിമേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പറയുന്നത് എന്താണെന്ന് അറിയില്ല. അതല്ല ഭർത്താവായിട്ട് മോനായിട്ടൊക്കെ തോന്നും. പിന്നെ ഇവരുടെ ഭർത്താവ് പണ്ട് യുദ്ധത്തിന് പോയിട്ടാണ് മരണപ്പെട്ടത്. അന്ന് ഭർത്താവിന് 23 വയസ്സും ഈ അമ്മമ്മയ്ക്ക് 22 വയസ്സായിരുന്നു. ഇവരൊരുപാട് ചെറുപ്പമായിരുന്നു. അന്ന് ഇവർക്കൊരു മോനും ഉണ്ട്. ആ മോന് വെറും 4 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവര് ആ കുട്ടീനെ വളർത്തി വലുതാക്കില്ലേ, അങ്ങനെ ആ കുട്ടിയുടെ മക്കളാണ് ഈ 3 പേര്: ഹീറോയിൻ, അനിയത്തി, പിന്നെ അനിയൻ. മനസ്സിലായോ? പാതി രാത്രി ആവുന്ന സമയത്ത് ഹീറോയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അമ്മ നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ട്. അമ്മ ഉറങ്ങിയോ നോക്കിയിട്ട് പതിയെ അവ എണീറ്റ് അവന്റെ കോട്ടും എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങിപ്പോവും. പക്ഷെ അമ്മ ഉറങ്ങിയിട്ടില്ല. അവൻ പോയതിനു ശേഷം ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അമ്മ അവിടെ കിടന്ന് കരയാണ്. അമ്മയ്ക്ക് ഒരുപാട് കുറ്റബോധമുണ്ട്. ഇവരെങ്ങനെ ജീവിക്കേണ്ട മനുഷ്യരായിരുന്നു, ഇപ്പൊ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഹീറോയ്ക്ക് നല്ലൊരു ജീവിതം നൽകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവര് വിഷമിച്ചിട്ട് കരയും. ഹീറോ പുറത്തു പോയി ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇനി എന്താ ചെയ്യാന്ന് അറിയാതെ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അവനെ അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്, എങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് അവനെ അറിയില്ല. കട്ട് ചെയ്താൽ അനിയത്തിയെ കാണിക്കുകയാണെങ്കിൽ അനിയത്തി ബഡ്ഡി കൂട്ടുകാരന്റെ ഹോട്ടലിന്റെ പുറത്ത് വർക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഈ പെൺകുട്ടിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് മറ്റാരുമല്ല, അന്ന് ആ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത പെൺകുട്ടി തന്നെയാണ്. അനിയത്തിയാണ് അന്ന് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തത്, മറ്റാരുമല്ല. അത് നമുക്ക് ആ രൂപം കണ്ടിട്ട് മനസ്സിലാവാത്തയായിരുന്നു. നമുക്കെന്ന് പറയാൻ പറ്റില്ല, എന്നാലും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അനിയത്തിയോട് കഴുത്തിലൊരു കറക്കുന്ന സാധനം ഇടാനായിട്ട് പറയുന്നുണ്ട്. അതായത് ഇത് സ്പിൻ ആൻഡ് വിൻ പോലെ. എന്നാൽ അവൾക്ക് അതിനോട് താല്പര്യമില്ല. പക്ഷെ അവള് പൈസ വാങ്ങിച്ചു, അതുകൊണ്ട് തന്നെ ഇട്ടേ പറ്റൂ. അവൾ അത് ഇടുന്നുണ്ട്. അങ്ങനെ അത് അവളെ ഇട്ടിട്ട് ഹോട്ടലിന്റെ അകത്ത് കയറിയിട്ട് കസ്റ്റമേഴ്സിന്റെ അടുത്ത് ചെല്ലും. അവിടെ തന്നെ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. അവന്മാരാണെങ്കിൽ അവളുടെ ദേഹത്തൊക്കെ പിടിക്കുന്നുണ്ട് ഇത് കറക്കുന്ന പേരില്. പക്ഷെ അവള് പ്രതികരിക്കുന്നൊന്നുമില്ല. എന്നാൽ പ്രതികരിക്കണമെന്നുണ്ട് ഒരു സീനാവും. കൂടെ തന്നെ ഒരുത്തനും നിപ്പുണ്ട്, അവനും പ്രതികരിക്കുന്നില്ല അവളുടെ ദേഹത്ത് കയറി പിടിച്ചിട്ട്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ബഡ്ഡി കൂട്ടുകാരൻ അവിടെ നിപ്പുണ്ട്. എടാ ഇതൊക്കെ നിർത്തണമെന്ന് പറഞ്ഞ് അവ അടുത്തോട്ട് വരും. ആ സ്പിൻ ആൻഡ് വീൽ വാങ്ങിച്ച് അവന്റെ കഴുത്തിലിടും. എന്നിട്ട് എല്ലാവരും അവിടെ ഇരുന്ന് ഇതൊന്ന് കറക്കിയെന്ന് പറഞ്ഞിട്ട് അവന്മാരെ കൈ പിടിച്ച് കറക്കിപ്പിക്കും. കാരണം ഇത് കറക്കുമ്പോൾ ഫ്രീ വല്ലതും കിട്ടും, ചിലപ്പോൾ ബിയറൊക്കെ കിട്ടും, അതുപോലെ തന്നെ ഫുഡ് കിട്ടും. അങ്ങനെ കറക്കും. അപ്പൊ എന്തോ ഒരു 3rd പ്രൈസ് വിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പ്രൈസ് വിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നവന്റെ മോന്ത നോക്കി ഒറ്റ അടിയാണ്. വീണ്ടും അടിയും. സൈഡിൽ ഇരിക്കുന്നവനും കൊടുക്കും. അങ്ങനെ ഇവര് തമ്മിൽ അടിയാവും. തിരിച്ചും അടി കിട്ടുന്നുണ്ട്. ആദ്യമൊക്കെ അങ്ങോട്ട് കൊടുത്തെങ്കിൽ പിന്നീട് തിരിച്ച് ഇടി കിട്ടുന്നുണ്ട്. എവനെ ഇടിക്കുന്നത് കാണുമ്പോൾ ആ പെൺകുട്ടിക്ക്, അതായത് അനിയത്തിക്ക് സഹിക്കത്തില്ല. അനിയത്തി നല്ല രീതിയിൽ ഫൈറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അനിയത്തി ഇപ്പൊ അവളുടെ തനി രൂപം പുറത്തു കൊണ്ടുവന്നിട്ട് തിരിച്ച് ഫൈറ്റ് ചെയ്യും. എന്നാ പിന്നെ ആദ്യമേ അങ്ങ് തിരിച്ചടിച്ചാൽ പോരായിരുന്നോ? എവളി അടി കൂടുന്നത് കാണുമ്പോഴാണ് ബഡ്ഡി കൂട്ടുകാരന് മനസ്സിലാവുന്നത് അന്ന് റിയാലിറ്റി ഷോയിൽ വെച്ച് കണ്ട ആ പെൺകുട്ടിയാണെന്ന്. ഇതിനുശേഷം അനിയത്തി ബഡ്ഡി കൂട്ടുകാരന്റെ മുഖത്ത് മരുന്ന് വെച്ചു കൊടുക്കും. കാരണം ഇടിയുടെ ഇടയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അവളോട് പറയും, നിന്നെ ഞാൻ റിയാലിറ്റി ഷോയിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന്. ആ സമയമായിരിക്കും അവൾക്ക് ഓർമ്മ വരുന്നത്, അവൾ അവനെ റിയാലിറ്റി ഷോയിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ ഒന്നും കൂടെ പരിചയപ്പെടുകയാണ്. പിറ്റേന്ന് ഹീറോയിൻ ബാങ്കിൽ വന്നിട്ട് ആ ഒരു ഷൂ കമ്പനി ഇല്ലേ, ഹീറോ അന്ന് അവിടെ കണ്ട പുസാനിൽ വെച്ച് കണ്ട ആ ഷൂ കമ്പനി, അതിലകത്തോട്ട് അഡ്വാൻസ് പേയ്മെന്റ് ഇട്ട് കൊടുക്കുകയാണ്. ആ ഷൂ വാങ്ങാനായിട്ട്, ബൾക്കായിട്ട് വാങ്ങാനായിട്ട് ഏകദേശം 500 പേര് വാങ്ങുന്നുണ്ട്. പിന്നീട് ഹീറോനെ വന്ന് കാണും. അവൻ ഏതോ ഒരു വലിയ കടയിലാണ്. അവന്റെ അടുത്ത് ആ ഷൂവിനെ പറ്റി സംസാരിച്ച് ആ ഷൂ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നടന്നു പോവാണ്. അവിടെ തന്നെ ഒരു ലേഡി തുടച്ചിട്ടിട്ടുണ്ട് ഇത്. അപ്പൊ ഇത് നനഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ഹീറോയിൻ തെന്നി വീഴും. എന്നാൽ ഹീറോ ഇത് അറിയത്തില്ല. അവൾ പെട്ടെന്ന് തന്നെ എണീക്കും. ഹീറോയ്ക്ക് മനസ്സിലാവത്തില്ല ഇപ്പൊ എന്താ നടന്നതെന്ന്. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നില്ല. അവൾ ഞൊണ്ടി അവന്റെ പിന്നാലെ നടക്കും. അവനത് മനസ്സിലായിട്ടുമില്ല. ഈ നേരം അമ്മ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ആ പയ്യൻ അവിടെ ഇരിക്കുകയാണ്. ആര്? അനിയൻ സ്കൂളിൽ പോയിട്ടില്ല. എന്താ സ്കൂളിൽ പോകാത്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ വൈകി എണീറ്റതാ, അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയും. എണീറ്റ് പെട്ടെന്ന് സ്കൂളിൽ പോകുന്നു പറയുമ്പോൾ അവൻ പോകുന്നില്ല. അപ്പോഴായിരിക്കും മുത്തശ്ശി അങ്ങോട്ട് വരുന്നത്. മുത്തശ്ശി സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. മുത്തശ്ശി പറയും, അത് നിന്റെ മോനല്ല എന്റെ മോനാന്ന്. ആര്? നമ്മുടെ ഹീറോന്റെ കാര്യമാണ് പറയുന്നത്. ഇന്നലെ ഭർത്താവായിരുന്നെങ്കിൽ ഇന്ന് മോനായിട്ടുണ്ട്. അമ്മ തിരിച്ചും പറയുന്നുണ്ട് അതെന്റെ മോനാണെന്ന്. ഇതിങ്ങനെ നടക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് അനിയത്തി
അനിയത്തി ഇറങ്ങി വരുന്നത്. അനിയത്തി തിരക്കേറി എങ്ങോട്ടോ പോവാണ്. അനിയത്തിയോട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും ഈ രണ്ടുപേര്, മുത്തശ്ശീനെയും അനിയനെയും. അനിയനെ സ്കൂളിലാക്കണമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ചെയ്യണ്ട, നിങ്ങളൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അനിയത്തി വെപ്രാളപ്പെട്ട് അവിടെ നിന്ന് പോകും. അമ്മയെ ചിന്തിക്കും ഇവരാരും എന്റെ ബന്ധുക്കളൊന്നും അല്ലല്ലോ, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അമ്മ ഓടി അമ്മയുടെ റൂമിൽ ചെല്ലും. വീണ്ടും ഹീറോയിനെയും കാണിക്കുകയാണെങ്കിൽ അവർ രണ്ടൊരു ഓഫീസിൽ വന്നിട്ടുണ്ട്. ഹീറോയിൻ ചായ ഇടാനായിട്ട് ചായ ഗ്ലാസ് ഒക്കെ റെഡിയാക്കുന്നുണ്ട്. എന്നാൽ ഹീറോ സമ്മതിക്കത്തില്ല. ഞാൻ ഇട്ടുതരാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കൊടുക്കും. പക്ഷെ അവനാണെങ്കിൽ ആദ്യം തന്നെ കാപ്പിപ്പൊടി പിന്നെ പഞ്ചസാര ഓർഡർ തെറ്റിച്ചിട്ടാണ് ഇടുന്നത്. ഹീറോയിൻ ഉണ്ടാക്കുന്നത് വേറെ ഓർഡറിലാണ്. അതുകൊണ്ട് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ കൈ പിടിച്ച് സ്പൂൺ കോരി ഗ്ലാസ്സിലിട്ട് കലക്കാനായിട്ട് തുടങ്ങും. അവന്റെ കയ്യിൽ പിടിച്ചിട്ട് ഹീറോ പറയും അത് എന്റെ കയ്യാ, നീ എന്താ എങ്ങനെ ചെയ്യുന്നതെന്ന്. ഹീറോയിൻ നാണിക്കുന്നുണ്ട്. എന്നാ പിന്നെ നീ പോയിരുന്നോ, ഞാൻ നിനക്ക് ചായ കൊണ്ടുതരാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പറഞ്ഞു വിടും. പിന്നീട് ഹീറോ അവൾക്കായിട്ട് ചായ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അതുപോലെ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും സെയിൽസ് ആണല്ലോ ചെയ്യുന്നത്. അപ്പം ഒരു കസ്റ്റമറിനെ കണ്ടാൽ എങ്ങനെ സംസാരിക്കണം. ഹലോ, ഞാനാണ് ടേപ്പൂൺ. അതുപോലെ തന്നെ അവളും പറയുന്നുണ്ട് ഞാനാണ് ഓമി. അങ്ങനെ രണ്ടുപേരും കൂടെ പറയാണ്. അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ്. ഇതിനുശേഷം രാത്രി ഹീറോ ഇങ്ങോട്ട് പോയിട്ട് കമ്പനിയിലോട്ട് തിരിച്ചു വരും. അവിടെ വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ കിടന്ന് ഉറങ്ങുകയാണ്. അവളെ വിളിച്ചെണീപ്പിക്കണമെന്നുണ്ട്. എന്നാൽ അവൾ ഒരുപാട് ക്ഷീണത്തിലാണ്. അതുകൊണ്ട് അവൻ വിളിച്ചെണീപ്പിക്കുന്നില്ല. അവൻ അങ്ങനെ അവളെ എണീക്കാനായിട്ട് കാത്തിരിക്കും. ആ സമയം പുറത്തുനിന്ന് ഒരാൾ കയറി വരും. അത് മറ്റാരുമല്ല, ഹീറോയിൻ തന്നെയാണ്. അപ്പൊ അവിടെ കിടക്കുന്നത് ആരാണ്? എന്തായാലും അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. ഇപ്പൊ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിനു മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അപ്പോൾ ഓക്കെ, ബൈ.